ഹലോ, ഈസോപ്പ് എന്നൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഥകളുടെയും കടങ്കഥകളുടെയും കെട്ടുകഥകളുടെയും പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. കഥകൾ പറഞ്ഞ് ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ ഈസോപ്പിനോട് അയാളുടെ യജമാനൻ ഒരു നല്ല വിരുന്ന് തൻ്റെ അതിഥികൾക്കായി ഒരുക്കാൻ ആവശ്യപ്പെട്ടു. യജമാനൻ്റെ നിർദ്ദേശപ്രകാരം ഈസോപ്പ് മാർക്കറ്റിലേക്ക് പോയി ഒരേ ഒരു സാധനവും വാങ്ങി തിരികെ വന്നു. അത് നാവ് ആയിരുന്നു. ആ നാവ് കൊണ്ട് പല വിധത്തിലുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം അയാൾ തയ്യാറാക്കി. എല്ലാം കഴിഞ്ഞതിനു ശേഷം യജമാനൻ ഈസോപ്പിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നാവ് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? ഈസോപ്പിന്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. നിങ്ങൾ ഏറ്റവും നല്ലതാണ് ചോദിച്ചത്. നാവ് ഏറ്റവും നല്ലതാണ്. അത് ജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ ഉറവിടമാണ്. സത്യത്തിൻ്റെയും യുക്തിയുടെയും ഉപകരണമാണ്. അതുപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു, നഗരങ്ങൾ നിർമ്മിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, സ്നേഹവും സമാധാനവും പ്രകടിപ്പിക്കുന്നു. അതിലും ഏറ്റവും നല്ലതായി മറ്റെന്താണുള്ളത്? കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ യജമാനന് അത്ര താല്പര്യമില്ലാത്ത മറ്റൊരു കൂട്ടം ആളുകൾ അയാളെ കാണാൻ വന്നു. അവർക്ക് വേണ്ടിയും സദ്യ ഒരുക്കാൻ ഈസോപ്പിനോട് അയാൾ ആവശ്യപ്പെട്ടു. ഒരിക്കൽ കൂടി ഈസോപ്പ് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. അന്നും അയാൾ നാവ് കൊണ്ടുള്ള വിശിഷ്ടമായ വിഭവങ്ങളാണ് ക്രമീകരിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വീണ്ടും നാവ് തന്നെ ഭക്ഷണം ക്രമീകരിക്കാനായി തിരഞ്ഞെടുത്തത്? അയാൾ പറഞ്ഞു, നാവാണ് സംഘട്ടനത്തിന്റെ മൂലകാരണം. അത് കള്ളം പറയും, അത് അപമാനിക്കും, അത് സൗഹൃദങ്ങൾ തകർക്കും, അത് വിദ്വേഷം പരത്തും, അത് യുദ്ധങ്ങൾ തുടങ്ങാൻ കാരണമായി തീരും. നാവ് ചിലപ്പോഴെങ്കിലും ദൈവനിന്ദയുടെയും ക്രൂരതയുടെയും ശബ്ദമാണ്. അതിലും മോശമായതൊന്നും ലോകത്തുണ്ടാകാനില്ല. എന്ത് ഭംഗിയുള്ളൊരു ജീവിത നിരീക്ഷണമാണ് നാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഈസോപ്പ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഗുണപാഠം വ്യക്തമാണ്. നാവ് ഇരുതല മൂർച്ചയുള്ള വാളുപോലെയാണ്. ചിലപ്പോൾ അത് തേൻ പോലെ നമ്മോട് സംസാരിക്കും, മൃദുവായി സംഭാഷണങ്ങൾ ഉരുവിടും. ചില നേരങ്ങളിൽ അത് ഇരുതല മൂർച്ചയുള്ള ബ്ലേഡ് പോലെ നമ്മെ കീറിമുറിക്കും. നാവിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയുന്നവനാണ് ഏറ്റവും കരുത്തനായ മനുഷ്യൻ. വേദഗ്രന്ഥം പറയുന്നുണ്ട് കേട്ടോ, പ്രപഞ്ചഗോളത്തെ ചുട്ടുപഴുപ്പിക്കുന്ന അഗ്നി പോലെയാണ് നാവ്. അത് അനേകം പേരുടെ ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്, അനേകം ജീവിതങ്ങളെ ഇരുട്ടിലാക്കിയിട്ടുണ്ട്, അനേകം ബന്ധങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ പണിതുയർത്താനും നട്ടുവളർത്താനും മറ്റനേകം പേരെ പ്രചോദിപ്പിക്കാനും ഒക്കെ ഈ നാവ് എന്ന ചെറിയ അവയവം നമ്മെ വലിയ രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. വേദഗ്രന്ഥത്തിൽ എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ളത്, ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് സമസ്തവും ദൈവം സൃഷ്ടിച്ചുവെന്ന പ്രചോദനാത്മകമായ വരികളാണ്. ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ നാവിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ശബ്ദം പുറപ്പെടുമ്പോൾ എല്ലാം പണിതുയർത്തപ്പെടുകയാണ്. മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിക്കുകയാണ്. മനുഷ്യന്റെ നന്മയ്ക്കും അവന്റെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും കാരണമായതെല്ലാം അവിടെ പണിതുയർത്തപ്പെടുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും ആരെയും തകർക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രയോ ജീവിതങ്ങളെയാണ് നിസ്സാരമെന്ന് നാം കരുതിയിരിക്കുന്ന നമ്മുടെ നാവിന്റെ പ്രയോഗത്തിലൂടെ നാം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങളെ, എത്രയോ വ്യക്തികളെ. നാം കുറെ കൂടെ കരുതലും കാരുണ്യവും നമ്മുടെ വാക്കിൽ പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വേദഗ്രന്ഥം വീണ്ടും പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. മനോഹരമാണത്. നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ചാൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലൂടെ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന്റെ നാവ് പോലെ മനുഷ്യന്റെ നാവും ആക്കി തീർക്കുമെന്നാണ്. നമ്മുടെ നാവും നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്ന സംഭാഷണങ്ങളും മറ്റനേകം ജീവിതങ്ങൾക്ക് കരുത്തു പകരുന്നതായി തീരട്ടെ. ആരെയും തകർക്കാൻ നമ്മുടെ നാവിനെ നമ്മൾ അനുവദിക്കരുത്. ഏറ്റവും ക്രിയാത്മകമായും ഏറ്റവും മധുരതരമായും ഏറ്റവും പ്രചോദനാത്മകമായും സംസാരിക്കാൻ നിന്റെ നാവിന് ഇടവരട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥന.